Watching moments of my life flash in my mind. It took a million miles to finally get to you. If you only knew, and I could show you every faded scar, but none of it would matter in your arms. I just wanna crash into you and breathe in the moment. Time barely moves, and we don't even notice. My heart's breaking open. Breathe in the moment. സർവസ്നാഗരവിതാവി ജഗന്നാഥിച്ചുമാകട്ടെ സദസ്സിലെ പലർക്കും വിടുവാണമേ. കർത്താവേ, ഇന്ന് കുടുംബാംഗങ്ങളെയും അവരുടെ കുട്ടികളെയും എല്ലാവരെയും ദയാപൂർവ്വം കാത്തുകൊള്ളണമേ. അവർക്ക് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും തന്നവയെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നത്. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിനെ എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവേൻ. എന്നാൽ ക്രിസ്തു തന്റെ ശരീരമായ സഭയുടെ ശിരസായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധേയ ആയിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണ്ണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്നാൽ നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും. അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. ചുരുക്കത്തിൽ, നിങ്ങൾ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. We get lost, we can get high, because me gone, I feel alive. Anywhere, anyway, I will love you. We rule the world, just you and I. Just let me down, we walk the line. But now nothing's gone wrong, I'll take a shot for you. Give me your love, give me clouds, never let you go. Give me your love, give me clouds, never let you go. Give me your love. Give me your love. Never let you go. We get lost, we can get high, because me gone, I feel alive. Anywhere, anyway, I will love you. We rule the world, just you and I. Just let me down, we walk the line. But now nothing's gone wrong, I'll take a shot for you.
പാടുന്ന സമയം സ്വർഗ്ഗം തുറക്കുന്ന സമയം സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്പ്രകാരം സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗീയ വരങ്ങളാൽ ഈ വധൂവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കും വേണ്ടി ഈ യോഗ്യതയോടെ പരിഗണനം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ എന്റെ പുത്രേ, ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗൃഹത്തെയും നീ മറന്നുകളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. അവളുടെ മേലങ്കി പൊന്നുപൊതിഞ്ഞതാകുന്നു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. അവർ ഉല്ലാസഭരിതരായ രാജകൊട്ടാരത്തിൽ പ്രവേശിക്കുകയും എല്ലാ തലമുറകളും അവിടുത്തെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മന്ദിരവള്ളിയാകും. നിന്റെ മക്കൾ ചുറ്റും സൈത്യൻ മുളകൾ പോലെയുമായിരിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവരെല്ലാം ഇപ്രകാരം അണിഞ്ഞിരിക്കുന്നതാകും. ജീവിതത്തിലെ ഓരോ ദിവസവും കർത്താവ് സിഹിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കണം. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. സമാധാനം നമ്മോട് കൂടെ. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്നരുൾ ചെയ്ത മിശിഹ
നമുക്ക് മാതൃദൈവമായിരിക്കട്ടെ. കർത്താവേ, നീക്ക് നന്ദി പറയുന്നു. ഉത്തമമാകും അത്യുന്നതയുടെ നാമം പ്രകീർത്തിക്കുന്നതും നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥമോൾ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മത്തിനു നിത്യമഹോന്നതമാം ഉദ്ധാരം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൽ ഉത്തമരക്ഷയുമേകുന്നു. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരം ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനത്തെ പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും ആരാധനയെ സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായി നീക്കും. എന്റെ സഹോദരി പത്രോസിന്റെ ലേഖനം കർത്താവെ ആശ്രയിക്കുന്നു. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. വചനമനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആരെയും വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആവർത്തനവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് സാധ്യമാവുക. ബാക്കി മോടികളായ പിന്നെയോ മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വര രക്തമണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വച്ചിരുന്ന അഷ്ട സ്ത്രീകൾ മുമ്പേ ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരാക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രാഹത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവരുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വേഗത്തോടെ നിങ്ങളുടെ ഭാര്യമാരോട് ജീവിക്കും. സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശിനി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കും. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം തന്നെ പരിശുദ്ധ സുവിശേഷം ശ്രമിക്കാം. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച
നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. മൂന്നാം ദിവസം ഗലീലായിലെ കാനായിൽ ഒരു വിവാഹം നടന്നു. ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഈശോയും ശിഷ്യന്മാരും വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ ഈശോയുടെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. ഈശോ അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയുമായിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നതായാലും അത് ചെയ്യും. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിന് വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2 or 3 അളവുകളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുമെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം മക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരന്റെ അടുക്കൽ കൊണ്ടിടുവനെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. വീഞ്ഞായി മാറിയ വെള്ളം കലവറക്കാരൻ രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. കലവറക്കാരൻ മണവാളനെ വിളിച്ചു. അവൻ പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. ഈശോ തന്റെ മഹത്വം വെളിപ്പെടുത്തിയതിന് പ്രവർത്തിച്ചു. അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലായിലെ കാനായിൽ ചെയ്തത്. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, ഒരു വിവാഹത്തിനും കൂടെ നമ്മളെല്ലാവരും സാക്ഷികളാവുകയാണ്. കത്തോലിക്ക സഭയിൽ നമുക്കറിയാം 7 കൂദാശകളിലുള്ള ജീവിതമാണ് ഓരോ വ്യക്തിയുടെയും. വിവാഹം എന്ന കൂദാശ മാത്രമാണ്. അതിൽ മാസങ്ങൾക്ക് മുമ്പേ വിവാഹം ഉറപ്പിച്ചതിന് ശേഷം ഭൗതികമായ എല്ലാ കാര്യങ്ങളും സജ്ജീകരിച്ച്, 2 പേരും 2 നാട്ടിലാണ്, 2 രാജ്യങ്ങളിലാണ് ജോലി ചെയ്യുന്നത്. അവിടെ നിന്നുള്ള ബാക്കിയുള്ള ക്രമീകരണങ്ങൾ നടത്തുന്നു, എല്ലാവരെയും ക്ഷണിക്കുന്നു. ഭൗതികമായിട്ടുള്ള ബാക്കിയുള്ള സജ്ജീകരണങ്ങൾ, വസ്ത്രമായാലും ബാക്കിയുള്ള അലങ്കാര വസ്തുക്കളും എല്ലാം ഒരുമിച്ച് ഒന്ന് ഒത്തുകൂട്ടുന്നു. ഇത്രയും പേരെയൊക്കെ ഒരുമിച്ച് വിളിക്കുന്നു. ഒരു വലിയ ഭൗതികമായ ഒരു വലിയ ഒരുക്കം നടത്തുകയാണ്. ഇന്നലെ തലേ ദിവസത്തെ എനിക്കറിയത്തില്ല എത്രമാത്രം ഒരുക്കം ഇന്നലെ ഉണ്ടായിരുന്നു, അല്ലെ ആഘോഷം ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ ആ ഒരു വലിയ ഒരുക്കത്തിന് ശേഷം ഭൗതികമായ ഒരുക്കം നടത്തുകയും, ഇതുപോലെ ആത്മീയമായ ഒരു ഒരുക്കവും വിവാഹം ഉറപ്പിച്ചതിന് ശേഷം അവരുടെ ഇടവക വൈദികരുമായിട്ട് ബന്ധപ്പെട്ട് കോഴ്സിന് പോവുകയും വിശുദ്ധ കുമ്പസാരം എന്ന കൂദാശയിലൂടെയും അതോടൊപ്പം വേദപാഠം കേൾക്കലും പ്രാർത്ഥനകളും ധ്യാനങ്ങളും ഒക്കെ ആയിട്ട് പോയി. മനസ്സമ്മതത്തിന്റെ പ്രാർത്ഥനകളിലൂടെ കടന്നുപോയി. തലേ ദിവസം ഇന്നലെ പ്രാർത്ഥനയിൽ പങ്കെടുത്തു. അതുകൂടാതെ ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചു. എത്രമാത്രം ആത്മീയമായ ഒരുക്കമാണ് ഈ കൂദാശയ്ക്ക് വേണ്ടി നടത്തിയത്. സ്നേഹമുള്ളവരെ, ഇത് സൂചിപ്പിക്കുന്നത് ഈ ആത്മികമായും ഭൗതികമായും ഈ ഒരുക്കം നമ്മളെ സൂചിപ്പിച്ചത് ഈ വിവാഹത്തിന്റെ ശ്രേഷ്ഠത അല്ലെ മഹനീയത, പ്രാധാന്യം നമ്മളെ ബോധ്യപ്പെടുത്തുകയായി. ആ പ്രാധാന്യം ഇന്നത്തെ സമൂഹത്തിൽ ചിലപ്പോഴെങ്കിലും ഈ ആഘോഷങ്ങളിൽ മാത്രം ഒത്തുകൂടി നിൽക്കുന്ന, അല്ലെങ്കിൽ ആഘോഷങ്ങളിൽ മാത്രം ചുരുങ്ങിപ്പോകുന്നതായി തീരുന്നത് കൊണ്ടാണ് പലപ്പോഴും സഭ ദുഃഖിക്കുന്നത്, അല്ലെങ്കിൽ സമൂഹം ദുഃഖിക്കുന്നത്, കുടുംബങ്ങൾ ദുഃഖിക്കുന്നതിന് കാരണമായി തീരുന്നത്. ആഘോഷങ്ങളിൽ മാത്രം ഒന്നിച്ച് അല്ലെങ്കിൽ ചുരുങ്ങി പോകേണ്ടതല്ല നമ്മുടെ ഈ കൂദാശകൾ, നമ്മുടെ ഈ പ്രാർത്ഥനകൾ. കാരണം ഇന്ന് ഈ ബലിപീഠത്തിന്റെ മുമ്പിൽ വെച്ച് ഇവരൊരു പ്രതിജ്ഞ എടുക്കുകയാണ്. സന്തോഷത്തിൽ മാത്രമല്ല, ദുഃഖത്തിലും, സമ്പത്തിൽ മാത്രമല്ല, ദാരിദ്ര്യത്തിലും, ആരോഗ്യത്തിൽ മാത്രമല്ല, അനാരോഗ്യത്തിലും ഞങ്ങൾ ഒന്ന് ചേർന്ന് ജീവിക്കുമെന്ന് ജീവിതാവസാനം വരെ. ആ ഒരു കൂദാശയുടെ പൂർത്തീകരണം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ഇന്നുള്ള കടമ ഈ മക്കളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുക എന്നുള്ള, ഇവരുടെ തുടർന്നുള്ള ജീവിതത്തിൽ വേണ്ട കൃപാവരങ്ങൾ ചൊരിയുവാനായി ശക്തമായിട്ട് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണ് നിങ്ങളെ എല്ലാവരെയും ഇന്ന് ഇവരെ ക്ഷണിച്ചിരിക്കുന്നത്. അല്ലാതെ ഹോളിൽ വന്ന് കുറച്ച് ഫുഡ് അടിച്ചിട്ട് പോകുവാൻ വേണ്ടി മാത്രമല്ല. ഫുഡില്ലാത്ത വീടുകളൊന്നുമില്ല. കാരണം ആ ഒരു ഒരുക്കത്തിന് വേണ്ടി, ഇവരുടെ ജീവിതത്തിന്റെ ഏറ്റവും മഹനീയമായ സന്തോഷത്തിന്റെ ഈ അവസരത്തിൽ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഉള്ള സമയമാണ്. ആ പ്രാർത്ഥന നമ്മൾ ഇവർക്ക് വേണ്ടി അർപ്പിക്കണം. ആ ബലി നമുക്ക് അർപ്പിക്കണം. നിങ്ങൾക്ക് ഇന്നും ഉണ്ടായിരിക്കേണ്ട നിയോഗം
ഒന്നു ചേർന്നുള്ള ജീവിത അവസാനം വരെ ഒരുമിച്ച് നിൽക്കുവാനും ഒരുമിച്ച് സ്നേഹത്തിൽ വളരുവാനും നമുക്ക് സാധിക്കുവാനായിട്ട് കർത്താവിനോട് കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കാം. വിവാഹത്തിന്റെ ലക്ഷ്യങ്ങളെ കുറിച്ച് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പറയുന്ന 3 ലക്ഷ്യങ്ങളാണ്. പ്രധാനമായിട്ടും ഒറ്റ ലക്ഷ്യമാണ്, അതിനെ രണ്ടായിട്ട് തിരിച്ചിരിക്കുകയാണ്. പരസ്പരം സ്നേഹിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് വിവാഹത്തിലൂടെ നടക്കുന്നത്. ഈ വിവാഹം എന്ന കൂദാശ ക്രിസ്തുവിന് മുമ്പുള്ള ഒരു കാര്യമാണ്. ക്രിസ്തുവിന് മുമ്പ് ഉണ്ടായിരുന്നതാണ്. അല്ലെങ്കിൽ ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് നമ്മൾ കർത്താവിന്റെ ജന്മതിരുനാൾ ഈ അടുത്ത നാളിൽ ആഘോഷിച്ചു. കർത്താവ് ജനിക്കുന്നതിന് മുമ്പേ ഉണ്ടായിരുന്ന ഒന്നിനെ കൂദാശയാക്കി മാറ്റിയവനായത്. എങ്ങനെയാണ് ആ കൂദാശയെ അല്ലെ വിവാഹത്തെ അല്ലെങ്കിൽ നമ്മൾ മാര്യേജ് എന്ന് പറയുന്ന ഇതിനെ ഒരു കൂദാശയാക്കി മാറ്റിയത്? സഭ പറയുകയാണ്, അല്ലെങ്കിൽ വചനം പറയുകയാണ്, ക്രിസ്തു തന്റെ സഭയെ സ്വന്തമാക്കിയതുപോലെ ഭർത്താവ് ഭാര്യയെ സ്വന്തമാക്കണം. എങ്ങനെയാണ് ക്രിസ്തു തന്റെ സഭയെ സ്വന്തമാക്കിയത്? സ്നേഹത്തിലൂടെ. തന്നെ തന്നെ അർപ്പിച്ചുകൊണ്ട് സ്നേഹത്തിലൂടെയാണ് സഭയെ സ്വന്തമാക്കുവാനായിട്ട് അവന് സാധിച്ചത്. അതുപോലെ ഭർത്താവ് ഭാര്യയെ സ്വന്തമാക്കണമെന്ന് ഇന്നത്തെ പത്രോസ് ശ്ലീഹാ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിലൂടെ ഇന്ന് വചനം നമ്മളോട് ബോധിപ്പിക്കുകയായിരുന്നു. അന്നത്തെ സുവിശേഷം നമ്മൾ ഒത്തിരി പ്രാവശ്യം കേട്ടോ. ഇവിടെ ഈ സുവിശേഷം കേൾക്കാത്തവരായിട്ട് ആരുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ഏതെങ്കിലുമൊക്കെ വിവാഹ ചടങ്ങുകളിൽ അല്ലെങ്കിൽ കുദാശകളിൽ സംബന്ധിച്ചവരെല്ലാം നിർബന്ധമായിട്ടും കേട്ടിരിക്കുന്ന ഒരു വചനഭാഗമാണ്. വലിയ ആഘോഷത്തിന്റെയും സമയം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മൾ ഒരുമിച്ച് ജീവിക്കുവാനായിട്ട് തുടങ്ങിയാണ്. അപ്പോൾ ഈ ആഘോഷത്തിൽ കൂട്ടുനിന്നവരൊന്നും കാണുകയില്ല, തമ്പുരാൻ മാത്രമേ തുണി ഉണ്ടായിരുന്നുള്ളൂ. ആ തമ്പുരാനിലേക്ക് നമ്മളെ വിരൽ ചൂണ്ടുന്നത് പരിശുദ്ധ അമ്മയാണ്. ആ അമ്മയെ ചേർത്ത് പിടിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമെങ്കിൽ നമ്മുടെ ജീവിത പ്രതിസന്ധികളിൽ ഒന്നു ചേർന്ന് നമുക്ക് മുന്നേറുവാനും ആ പ്രതിസന്ധികളെ തരണം ചെയ്യുവാനും നമുക്ക് സാധിക്കുമെന്ന് ഇന്നത്തെ വചനത്തിലൂടെ നമുക്ക് സഭാമാതാവ് ചൂണ്ടിക്കാണിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞു, രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പറയുന്നത് ക്രൈസ്തവ വിവാഹത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഒന്നാണ് പരസ്പരം സ്നേഹിക്കുക. അതിന്റെ ഭാഗമാണ് മക്കളുണ്ടാവുക, ആ മക്കളെ പൊട്ടി വളർത്തുക എന്നുള്ളത്. അത് 2-3 ലക്ഷ്യങ്ങൾ. ഈ ലക്ഷ്യങ്ങളെ സാധൂകരിക്കുവാൻ വേണ്ടി 2015 മെയ് 13-ാം തീയതി ആഗോള സഭയുടെ തലവനായ ഫ്രാൻസിസ് മാർപ്പാപ്പ ജനറൽ ഓഡിയൻസ് അല്ലെങ്കിൽ ഒരു അവിടെ ഉണ്ടായിരുന്ന ജനത്തിന് നൽകിയ ഒരു സന്ദേശത്തിൽ പറഞ്ഞ 3 ഫേസസ്. നിങ്ങൾ വിവാഹ ജീവിതത്തിൽ പരസ്പരം സ്നേഹത്തിന്റെ ഭാവത്തിൽ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ഓർക്കണമെന്ന് മാർപ്പാപ്പ ഉദ്ബോധിപ്പിക്കുകയാണ്. അത് നിങ്ങളെയും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഈ നിമിഷം. മാർപ്പാപ്പ പറഞ്ഞ 1-ാമത്തെ കാര്യമാണ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനം നിങ്ങളുടെ ഭാര്യയുമായും മക്കളുമായിട്ടും അല്ലെങ്കിൽ ഭർത്താവുമായിട്ടും ഒന്നു ചേർന്നുള്ളതായിരിക്കണം. അവിടെ നിങ്ങൾ ചോദിക്കണം, മേ ഐ ഞാൻ മാത്രമല്ല, ഞാൻ അനുവാദം ചോദിക്കുന്നവരാകണം. ഞാൻ എൻ്റെ ഭർത്താവിനോടും എൻ്റെ കുടുംബത്തിലുള്ളവരോടും അനുവാദം ചോദിച്ച്, അല്ലെ എൻ്റെ ഭാര്യയോടും എൻ്റെ കുടുംബത്തിലുള്ള മക്കളോടും അനുവാദം ചോദിച്ച് എൻ്റെ തന്നെ കുറെ ഭരണ സംവിധാനങ്ങൾ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുന്നതല്ല കുടുംബം. അവിടെ ഒന്നു ചേരലുണ്ടാകണം. അതിന് പരസ്പരം വിനയമുണ്ടാകണം, എളിമയുണ്ടാകണം. ആ എളിമ ഇല്ലാത്തത് കൊണ്ടാണ് ഇന്നത്തെ പല ന്യൂജൻ വിവാഹങ്ങളും ദിവസങ്ങൾക്കുള്ളിൽ മോചനത്തിലേക്ക് വഴിമാറിപ്പോകുന്നത്. എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. ഞങ്ങൾ ഒരുമിച്ച് 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ പഠിച്ചവരാണ്. ഒരു തൊട്ടപ്പുറത്തെ ആ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചവരാണ്. അതിനേക്കാൾ ഉപരി ജെറിയെന്ന് കുർബാനയ്ക്ക് കൂടിക്കൊണ്ടിരുന്നതാണ്. ഇവിടെ യുവജനമായതിനു ശേഷം യുവതിയത്തിലേക്ക് ശക്തമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരുന്നതാണ്. യുവതിയത്തിയുടെ പ്രസിഡന്റിക്കായിട്ട് നിന്നിരുന്ന ഒരു വ്യക്തിയാണ്. സഭയുമായിട്ടും ഇടവകയുമായിട്ടും ഒത്തിരിയധികം ഇഴുകിച്ചേർന്നിരുന്ന ഒരു വ്യക്തി. ഡോണി എനിക്ക് വ്യക്തിപരമായിട്ടൊന്നും അറിയത്തില്ല, പക്ഷെ ജെറിയുടെ വാക്കുകളിൽ നിന്ന് ജെറി എന്നെ ക്ഷണിക്കുവാനായിട്ട് വന്നപ്പോൾ കുറച്ച് കാര്യങ്ങൾക്ക് മനസ്സിലാക്കി. 4 പെൺകുട്ടികളാണുള്ളത്. കുടുംബത്തിൻ്റെതായ ചില കർത്തവ്യങ്ങളും കടമകളും എല്ലാം കൃത്യമായിട്ട് നിർവഹിച്ച ഇടുക്കിയിലേക്കുള്ള സ്ഥലം മുരിക്കാശ്ശേരിയൊക്കെ വളരെ നന്മയുള്ള ഒരു സ്ഥലമാണ്. എനിക്ക് എൻ്റെ കൂട്ടുകാരച്ഛന്മാരൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ നന്മയുള്ള ഒത്തിരി ക്രൈസ്തവ മൂല്യങ്ങൾ പേറുന്ന കുടുംബങ്ങൾ വാഴുന്ന ഇടമാണ്. അവിടെ നിന്ന് വന്ന് അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ പരസ്പരം ധാരണകൾ ഉണ്ടാകണം. അതിന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ ഈ 1-ാമത്തെ കാര്യമുണ്ട്, മെയിൻ ആയി അത് നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകണം. ഞാനൊരു തീരുമാനം എടുക്കുമ്പോൾ മറ്റുള്ളവരുമായിട്ട് ആലോചിക്കുവാനായിട്ട് സാധിക്കണം.
രണ്ടാമത്തെ കാര്യം ഫ്രാൻസിസ് മാർ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന എല്ലാ കാര്യത്തിലും നന്ദി പറയുന്നവരാണ്. പരസ്പരം നന്ദി പറയാം, താങ്ക് യു പറയണം. കാരണം പരസ്പരം നന്ദി പറയുവാൻ അത് ജസ്റ്റ് ഫോർമാലിറ്റിക്ക് വേണ്ടിയല്ല ഇതൊന്നും നടത്തേണ്ടത്, മറിച്ച് ഇതൊക്കെ സ്നേഹത്തിന്റെ ഭാവമായി തീരണം. സ്നേഹത്തിന്റെ ഭാവത്തിൽ നിന്ന് പരസ്പരം നന്ദി പറയുന്നവരായി തീരുവാനായിട്ട് കാര്യം ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന കരുതി രുചിച്ച് നോക്കിയിട്ട് ഉപ്പ് കുറവായിരുന്നടി എന്ന് പറയുന്നതിനേക്കാൾ നല്ലതായിരുന്നു ഇച്ചോട് ഉപ്പ് കുറയ്ക്കുമായിരുന്നു നല്ലതായിരുന്നു എന്ന് പറയുന്നതാണോ, അല്ലെങ്കിൽ എടുത്തോണ്ട് കൂടി ഉപ്പ് കൂടുതലാണെന്ന് പറയുന്നതാണോ നല്ലത്? നമ്മുടെ കുടുംബത്തിൽ ഇന്ന് പണ്ട് ഭർത്താക്കന്മാർ പറയുന്നതെല്ലാം ഭാര്യമാര് കേട്ടോണ്ടിരിക്കും. കാരണം 10-12 മക്കളുണ്ട് ഓരോ കുടുംബത്തിലും. കെട്ടിച്ചു വിട്ട കടന്നു തീർന്നെന്ന് പറഞ്ഞുള്ള മാതാപിതാക്കളാണ്. തിരിച്ചു ചെല്ലാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ഇന്ന് ഒന്നും ഒറ്റയ്ക്കേ ഉള്ളൂ ഓരോ കുടുംബത്തിലും. ആ കുടുംബത്തിലേക്ക് സ്വന്തം കുഞ്ഞ് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്നതുപോലെയാണ് മാതാപിതാക്കൾ നോക്കി വളർത്തുന്നത്. അപ്പോൾ പരസ്പരമുള്ള ധാരണകളും പരസ്പരമുള്ള അണ്ടർസ്റ്റാൻഡിങ്ങും നമ്മുടെ കുടുംബത്തിൽ ഇന്ന് അത്യന്താപേക്ഷിതമാണ്. പിന്നെ മൂന്നാമത്തെ കാര്യം ഫ്രാൻസിസ് മാർ നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നത്, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ ഉണ്ടായ പരസ്പരം ക്ഷമ ചോദിക്കുവാൻ അല്ലെങ്കിൽ സോറി പറയുവാൻ, പാഠം പറയുവാനായിട്ട് നമുക്ക് സാധിക്കണം. അവിടെയാണ് കുടുംബത്തിന്റെ ആ സ്നേഹത്തിന്റെ ഊഷ്മളത നിലനിൽക്കുന്നത്. കാരണം എളിമയുണ്ടെങ്കിൽ മാത്രമേ ക്ഷമിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ, ക്ഷമ ചോദിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ഈ 3 കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിലുമുണ്ട് എങ്കിൽ ഒത്തിരി സന്തോഷപ്രദമായ കത്തോലിക്ക സഭയുടെ ലക്ഷ്യങ്ങൾ സാധൂകരിക്കാൻ, പ്രധാനമായിട്ടും സ്നേഹമാണ് എന്ന് ഞാൻ പറഞ്ഞു കുടുംബജീവിതത്തിന്റെ ലക്ഷ്യം, ആ ലക്ഷ്യം സാധൂകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമെന്ന് മാർപ്പാപ്പ നമ്മളെ ഉദ്ബോധിപ്പിക്കുകയാണ്. അത് നിങ്ങളുടെ കുടുംബത്തിലും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള നിങ്ങളുടെ ജീവിതത്തിൽ തമ്പുരാൻ ഒത്തിരിയധികം അനുഗ്രഹങ്ങളാൽ നിങ്ങളെ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിൻസച്ചനും അതോടൊപ്പം ഇവിടെയുള്ള എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി ഈ നിമിഷം പ്രാർത്ഥിക്കുകയാണ്. ഈ നിമിഷം തുടർന്നുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് ശക്തി പകരുവാൻ, ഒന്നിച്ച് മുന്നേറുവാനായിട്ട് ശക്തി പകരട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. പങ്കുവരാകുവാൻ പരസ്പരം ചാരിത്രശുദ്ധിയും സന്തോഷപ്രദമായ ദാമ്പത്യം നയിക്കുവാൻ സാന്നിധ്യത്താൽ വധുവന്മാരെ ശിക്ഷായി സഹായത്തിലാശ്രയിച്ചും ജീവിതസാന്നിധ്യം അനുഭവിച്ചും പ്രാർത്ഥനകളായി ജീവിക്കുവാൻ യാചിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. പുരുഷന് ജീവസഖ്യം നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകുവാൻ ആഗ്രഹിക്കുന്ന ഇവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കുദാശ യഹൂദിയോടെ പരിണാമം ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി എന്നിൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി മരിയയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. മരിയ, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ഗ്രിഗോറിയസിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നത്. നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണ്. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലുതരം ചേർക്കുന്നു.
അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിനൈക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ കർത്താവായ ഈശോ മിശിഹ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കുരിശുമരണം വഴി തിരുസഭ പൊതുവായി സ്വീകരിച്ച കർത്താവെ, വിശ്വാസത്തിലും സ്നേഹത്തിലും അത് അനുഗ്രഹിക്കുന്ന ഈ താലി ദിയാറുണ്ട് ആശീർവദിക്കണമേ. ഐക്യത്തിന് പ്രതീകമായി താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും ഇതിന് ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ദമ്പതിമാരുടെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തയുടെ അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കൃപാവരത്തിൻ്റെ അനിശ്ചിത വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ ദൈവമേ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. ഇതിന് മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിൻ്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവെ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിൻ്റെ വസ്ത്രമണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏകമനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരി, നിങ്ങൾ തലവെച്ച് ആശീർവാദം സ്വീകരിക്കുകയും സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാലും അവർ നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായി മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവർ നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ അസ്വസ്ഥതയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവർ നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും കൃതിയും ആരാധനയെ സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ.
യേശുവിന്റെ ആത്മദാനം ഈശ്വരന്റെ സന്നിധാനം യേശുവിന്റെ സ്നേഹരൂപം യേശുവിന്റെ പ്രാണനാഥൻ യേശുവിന്റെ ആത്മദാനം ഈശ്വരന്റെ സന്നിധാനം യേശുവിന്റെ സ്നേഹരൂപം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു.
സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. ജീവിത സഖിയെ നൽകുന്നു. അവനെ വാങ്ങി വണങ്ങിടാം. അബ്രാഹത്തെ സാറായെ അവരുടെ സന്താനങ്ങളെ പരിപാലിച്ചൊരു കർത്താവേ, ഇവരെ കാത്തരുളിയിടണമേ. ഇവരുടെ ജീവിതമെന്നെന്നും ഐശ്വര്യപൂരിതമാക്കണമേ. ഇവരുടെ ആശ പ്രതീക്ഷകളും സഫലീകൃതമായി തീർക്കണമേ. ആവശ്യമേരെന്നും സഹായം തന്നരുളണമേ. മിത്രങ്ങളെയും നൽകണമേ. ഇവരെ കാത്തരുളിയിടണമേ. ജീവൻ നൽകും ദൈവമാ ശുദ്ധിയിടുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാകിലും ദൈവം പരമിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. ഉദ്ധിതരായി ഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Heart beats fast, colors and promises. How to be brave? How can I love when I'm afraid to fall? But watching you stand alone, all of my doubt suddenly goes away somehow. One step closer. I have died every day waiting for you, darling.
perhaps the greatest and most challenging adventure of human relationships. No ceremony can create a relationship that does not already exist and has not already been acknowledged in all the commitments you have made to each other, both large and small. This celebration is a symbol of how far you have come together and a symbol of the promise that you will make to each other. What this ceremony can do is to witness and affirm the choice you make to stand together as life mates and partners, to continue to live your lives together. Ladies and gentlemen, please rise and give a big round of applause as we welcome the newlyweds, Mr. Jerry and Mrs. Donna, onto the stage. ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ഒരുമിച്ച് കൈചേർന്ന് ഇനിയുള്ള ജീവിതത്തിൽ മുന്നോട്ട് നീങ്ങിക്കൊള്ളാമെന്ന് വന്യ വൈദികരുടെ മുൻപാകെ ദൃഢവാഗ്ദാനം നൽകി നമ്മുടെ ജെറിക്കും ഡോണയ്ക്കും എല്ലാവിധ മംഗളാശംസകളും നേരുന്നു. ഒത്തിരി സ്നേഹത്തോടെ ഡോണയെ മണ്ണഞ്ചേരി കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Congratulations from all of us as you start together this new journey in life. I pray to God that you may never have to take your hands apart. Before anything else, we would like to acknowledge the people who took a great part of this joyous affair, for without their support, this would not have been made possible. Ladies and gentlemen, it is with great pleasure that I introduce to you the parents of the bride and groom. മണവാളനും മണവാട്ടിക്കും മധുരം വെച്ചോട്ടെ. മണവാളനും മണവാട്ടിക്കും മധുരം വെച്ചോട്ടെ. മണവാളനും മണവാട്ടി പെണ്ണിനും മധുരം വെച്ചോട്ടെ. മണവാള ചെറുകനെയും മണവാട്ടി പെണ്ണിനെയും മണിയറയിലേക്ക് പ്രവേശിപ്പിച്ചോട്ടെ. Be the one, and I know you wanna spend your time in a better place. What you really want, I know you cry, I know you try, I know you feel, I know you lie. I love you.
I feel that. I love you, you love me, you know that. I feel that. I want you, you want me, you feel that. I know that. I want you, you want me, you feel that. I know that. Dance floor, I wanna go to the Father's direction way too soon. To feel like I'm decent along with the young. To feel like I love so long. I don't wanna feel like this. No more, no more, no more. I don't wanna be like this. No more. No more, no more. I love you, you love me, you know that. I feel that. I love you, you love me, you know that. I feel that. I want you, you want me, you feel that. I know that. I want you, you want me, you feel that. I know that. To find someone to love and take off on the free fall. No matter where we gonna land, only you can make me feel this way. And our time is right now. Only you can make me feel this way, way, way. Oh, yeah. Won't you take me with you? We can fly away from here. See the world in a million ways. Find what we're looking for. Won't you take me with you? We can fly away from here, here, here.
nothing I can do. Oh no, lying in my bed, stars upon my head, tell the story of my very romance. I run to you, babe, I cry for you, and I'm always fighting for the battle. I jump to you, I could die for you. Would you believe? Don't tell me to stop. Now I can't stop loving you, and there's nothing I can do. There's no rain in the sun without you. Don't tell me to stop. Now I can't stop loving you, and there's nothing I can do. There's no rain in the sun without you. I see you looking to my eyes, but I want you to look inside my heart. You got a key, baby, hold the lock, and I know you got a power to stop. I run to you, I cry for you, and I'm always fighting for the battle. I jump to you, I could die for you. Would you believe? Don't tell me to stop. Now I can't stop loving you, and there's nothing I can do. There's no rain in the sun without you. Don't tell me to stop. Now I can't stop loving you, and there's nothing I can do. There's no rain in the sun without you.
like I knew that I always loved you. From the moment I heard your name, everything was perfect. I knew this love was worth it. Our own miracle never make it. Until this world stops turning, I'll still be here waiting and waiting to make that vow that I'll be by your side till the day I die. I'll be waiting till I hear you say I do. Something old, something new, something borrowed, something new. I'll be waiting till I hear you say I do. Smiles by the thousands, your tears have all dried out. 'Cause I won't see you cry again. Throw pennies in a fountain, look at what comes out. Sometimes wishes do come true. Now everything is perfect. I know this love is worth it. Our own miracle never make it. Until this world stops turning, I'll still be here waiting and waiting to make that vow that I'll be by your side till the day I die. I'll be waiting till I hear you say I do. Something old, something new, something borrowed, something new. I'll be waiting till I hear you say I do. Always better than most, protect you from the hurt. I'll be waiting till I hear you say I do. I do love you, yes I do love you. I'll be waiting till I hear you say I do. 'Cause I love you, love you. I'll be by your side till the day I die. I'll be waiting till I hear you say I do. Something old, something new, something borrowed, something new. I'll be waiting till I hear you say I do. We're shining like a diamond, just look at us now. I wanna hear you say I do. When I see you, I run out of words to say. I wouldn't leave you, 'cause you're that type of girl to make me stay. I see the guys trying to holler, girl, I don't wanna bother you, 'cause you're independent and you got my attention. And I'll be your big father, girl, I just wanna show you that I love what you are doing. 'Cause I see you in the club, you getting down, girl. I wanna get with you, yeah. I see you in the club, you showing love still. I wanna get with you. You're so beautiful, so damn beautiful. Said you're so beautiful, so damn beautiful. You're so beautiful. Where'd you come from? You're out of this world to me. You're a symbol of what a beautiful woman should be. Ooh wee. I see the guys trying to holler, girl, I don't wanna bother you, 'cause you're independent and you got my attention. And I'll be your big father, girl, I just wanna show you, 'cause I love what